केरला के राज्यपाल राजेंद्र आर्लेकर जी, मुख्यमंत्री पिनाराई विजयन जी, अलग अलग स्थानों से जुड़े केंद्रीय मंत्रिमंडल के मेरे साथी, तिरुवनंतपुरम का गौरव और नवनिर्वाचित मेयर, मेरे बहुत पुराने साथी वीवी राजेश जी, अन्य महानुभाव, देवी और सज्जनों, नमस्कारम। കേരളത്തിന്റെ ആരാധ്യനായ ഗവർണർ ശ്രീ രാജേന്ദ്ര ആർലേക്കർ ജി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ജി, വ്യത്യസ്ത വകുപ്പുകളിൽ എന്നോടൊപ്പം കേന്ദ്ര മന്ത്രിസഭയിലുള്ള സഹപ്രവർത്തകർ, ഈ തിരുവനന്തപുരത്തിന്റെ പുതിയ മേയർ, തിരുവനന്തപുരത്തിന്റെ അഭിമാനം, എൻ്റെ പഴയകാല സുഹൃത്തു കൂടിയായ ശ്രീ വി രാജേഷ്, സദസ്സിലും വേദിയിലുമുള്ള എല്ലാ ബഹുമാന്യരെ എല്ലാവർക്കും സാദര നമസ്കാരം. आज केरला के विकास के लिए केंद्र सरकार के प्रयासों को नई गति मिली है। आज से केरला में रेल कनेक्टिविटी और सशक्त हुई है। तिरुवनंतपुरम को देश का बड़ा स्टार्टअप हब बनाने के लिए पहल हुई है। आज केरला से पूरे देश के लिए गरीब कल्याण से जुड़ी एक बड़ी शुरुआत भी हो रही है। आज पीएम स्वनिधि क्रेडिट कार्ड लॉन्च किया गया है। इससे देश भर के रेहड़ी, ठेले, फुटपाथ पर काम करने वाले साथियों को लाभ होगा। मैं विकास की, रोजगार निर्माण की इन सभी योजनाओं के लिए केरला की जनता को, देशवासियों को बहुत बहुत बधाई देता हूं। കേരളത്തിന്റെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ നടത്തുന്ന പരിശ്രമങ്ങൾക്ക് ഇന്നൊരു പുതിയ ദിശാബോധം കൈവന്നിരിക്കുകയാണ്. കേരളത്തിന്റെ റെയിൽവേ യാത്രാ സൗകര്യം ഇന്നു മുതൽ കൂടുതൽ ശക്തമാവുകയാണ്. രാജ്യത്തെ വലിയ സ്റ്റാർട്ടപ്പ് കേന്ദ്രമായി തിരുവനന്തപുരത്തെ മാറ്റുന്നതിനുള്ള ആദ്യ ചുവട് ഇന്ന് വെക്കുകയാണ്. രാജ്യത്തെ മുഴുവൻ പാവപ്പെട്ടവരുടെയും ഉന്നമനത്തിനായി നടപ്പാക്കുന്ന ഒരു മഹത്തായ സംരംഭത്തിനും തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമായിട്ടുണ്ട്. ഇന്നാണ് രാജ്യത്ത് പ്രധാനമന്ത്രി സ്വനിധി ക്രെഡിറ്റ് കാർഡ് പദ്ധതിക്ക് തുടക്കമായത്. ഇതുമൂലം രാജ്യത്തെ ഉന്തുവണ്ടി കച്ചവടക്കാർ, തട്ടുകടക്കാർ, വഴിയോര കച്ചവടക്കാർ എന്നിവർക്കാണ് അതിന്റെ ഗുണം കിട്ടുക. വികസനത്തിനും തൊഴിൽ ഉൽപാദനത്തിനുമൊക്കെ കാരണമാകുന്ന ഈ പദ്ധതികൾക്ക് രാജ്യത്തെ എല്ലാവരുടെയും പേരിൽ ഞാൻ ആശംസകൾ നേരുന്നു. एनडीए सुहृदगणे, विकसित भारत बनाने के लिए आज पूरा देश एकजुट होकर प्रयास कर रहा है। विकसित भारत के निर्माण में हमारे शहरों की बहुत बड़ी भूमिका है। बीते 11 वर्षों से केंद्र सरकार अर्बन इंफ्रास्ट्रक्चर पर बहुत निवेश कर रही है. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വികസിത ഭാരത നിർമ്മാണത്തിനായി ഇന്ന് രാഷ്ട്രം ഒറ്റക്കെട്ടായി പരിശ്രമിക്കുകയാണ്. വികസിത ഭാരതത്തിന്റെ നിർമ്മാണത്തിൽ നമ്മുടെ നഗരങ്ങൾക്ക് വലിയ പങ്കാണ് വഹിക്കാനുള്ളത്. കഴിഞ്ഞ 11 വർഷമായി രാജ്യത്തെ നഗരങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേന്ദ്ര സർക്കാർ വൻതോതിലുള്ള നിക്ഷേപമാണ് നടത്തിവരുന്നത്. सुहृदगणे, केंद्र सरकार शहर के गरीब परिवारों के लिए भी बहुत काम कर रही है। पीएम आवास योजना के तहत देश में 4 करोड़ से अधिक घर बनाकर गरीबों को दिए गए हैं। इनमें शहरी गरीबों के लिए 1 करोड़ से अधिक घर बनाए गए हैं। केरला के करीब 1.25 लाख शहरी गरीबों को भी उनका पक्का घर मिला है।
പ്രിയപ്പെട്ടവരെ, നഗരങ്ങളിലെ ദരിദ്ര കുടുംബങ്ങളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നിരവധി കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന വഴി ഇന്നുവരെ രാജ്യത്ത് 4 കോടി പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ 1 കോടിയിലധികം അടച്ചുറപ്പുള്ള വീടുകൾ കിട്ടിയത് നഗരപ്രദേശത്തെ സാധാരണ ദരിദ്രരായ മനുഷ്യർക്കാണ്. ഈ പദ്ധതി മൂലം കേരളത്തിൽ 25 ലക്ഷം നഗരവാസികൾക്കാണ് ഉറപ്പുള്ള വീടുകൾ കിട്ടിയത്. सुहृदगणे, गरीब परिवारों का बिजली का बिल बचे, इसके लिए पीएम सूर्यघर मुफ्त बिजली योजना शुरू की गई है। गरीबों को आयुष्मान भारत से 5 लाख रुपए का फ्री हेल्थ ट्रीटमेंट मिल रहा है। नारी शक्ति की स्वास्थ्य सुरक्षा के लिए मातृ वंदना योजना जैसी स्कीम बनाई गई है। केंद्र सरकार ने 12 लाख रुपए तक की इनकम उसको टैक्स फ्री कर दिया है। इसका बहुत बड़ा फायदा केरला के लोगों को भी हुआ है, विशेष करके मध्यम वर्ग को हुआ है, सैलरी क्लास को हुआ है। പ്രിയപ്പെട്ടവരെ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരെ വലിയ വൈദ്യുത നിരക്കിൽ നിന്നും രക്ഷിക്കുന്നതിനു വേണ്ടി സൗജന്യ വൈദ്യുത പദ്ധതിയായ PM സൂര്യഘർ യോജന രാജ്യത്ത് നടപ്പാക്കിയിട്ടുണ്ട്. രാജ്യത്തെ പാവപ്പെട്ടവർക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഇന്ന് കിട്ടുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ കരുത്തായ നാരീശക്തിയുടെ, സ്ത്രീ ശക്തിയുടെ ആരോഗ്യ സംരക്ഷണത്തിനായി മാതൃവന്ദന പോലെയുള്ള വിവിധ പദ്ധതികൾ ഇന്ന് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട്. രാജ്യത്ത് 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ ആദായ നികുതിയിൽ നിന്നും കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിന്റെ വലിയൊരു പ്രയോജനം കേരളത്തിനും കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ ശമ്പളക്കാരായ, മധ്യവർഗക്കാരായ സാധാരണ മനുഷ്യർക്ക് ഇതിന്റെ പ്രയോജനം ഇന്ന് കിട്ടുന്നുണ്ട്. एनडीए सुहृदगणे, बीते 11 वर्षों में करोड़ों देशवासियों को बैंकिंग व्यवस्था से जोड़ने का बहुत बड़ा काम हुआ है। अब गरीब, SC, ST, OBC, महिलाओं, फिशरमैन, इन सभी को भी आसानी से बैंक लोन मिलने लगे हैं। जिनके पास कोई गारंटी नहीं है, सरकार खुद उनकी गारंटर बन रही है। പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 11 വർഷമായി രാജ്യത്തെ സാധാരണ മനുഷ്യരെ ബാങ്കിംഗ് സമ്പ്രദായവുമായി ബന്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ വലിയ പ്രയത്നമാണ് നടത്തിവരുന്നത്. അതുമൂലം രാജ്യത്തെ പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക വിഭാഗം, സ്ത്രീകൾ, മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയ വിവിധ ദുർബല വിഭാഗങ്ങൾക്ക് ഇന്ന് ബാങ്ക് വായ്പ അനായാസം കിട്ടിത്തുടങ്ങിയിരിക്കുന്നു. വായ്പയെടുക്കാൻ ഈട് നൽകാനില്ലാത്തവർക്ക് കേന്ദ്ര സർക്കാർ സ്വയം ഈട് നിന്ന് ഇന്ന് വായ്പ വിതരണം ചെയ്യുന്നുമുണ്ട്. एनडीए सुहृदगणे, जो लोग सड़कों के किनारे, गलियों में सामान बेचते हैं, इन स्ट्रीट वेंडर्स की स्थिति भी पहले बहुत बुरी थी। उन्हें सामान खरीदने के लिए कुछ 100 रुपये भी महंगे ब्याज पर लेने पड़ते थे। केंद्र सरकार ने पहली बार इनके लिए PM स्वनिधि स्कीम बनाई। इस स्कीम के बाद देश भर में लाखों साथियों को बैंकों से बहुत मदद मिली है। लाखों स्ट्रीट वेंडर्स को जिंदगी में पहली बार बैंक से कोई लोन मिला है। പ്രിയപ്പെട്ടവരെ, നേരത്തെ നമ്മുടെ രാജ്യത്തെ വഴിയോര കച്ചവടക്കാർ, തെരുവ് കച്ചവടക്കാർ എന്നിവരുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. കച്ചവട സാധനങ്ങൾ വാങ്ങാനായി അവർക്ക് ചെറിയ തുകയ്ക്ക് പോലും വലിയ പലിശ കൊടുക്കേണ്ടി വന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇവർക്കായാണ് കേന്ദ്ര സർക്കാർ ആദ്യമായി പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി ആവിഷ്കരിച്ചത്.
ഇതോടെ ലക്ഷക്കണക്കിന് സഹോദരങ്ങൾക്ക് ബാങ്കിൽ നിന്ന് വലിയ സഹായങ്ങൾ കിട്ടാൻ തുടങ്ങി. ലക്ഷക്കണക്കിന് തെരുവ് കച്ചവടക്കാർക്ക് ജീവിതത്തിൽ ആദ്യമായി ബാങ്ക് വായ്പ കിട്ടിയതും PM स्वनिधि പദ്ധതി നടപ്പാക്കിയ ശേഷമാണ്. एनडीए सुहृदगणे, अब भारत सरकार एक कदम आगे बढ़ते हुए इन साथियों को क्रेडिट कार्ड दे रही है। थोड़ी देर पहले यहां भी PM स्वनिधि क्रेडिट कार्ड दिए गए हैं। इसमें केरला के 10,000 और तिरुवनंतपुरम के 600 से अधिक साथी हैं। पहले सिर्फ अमीरों के पास ही क्रेडिट कार्ड होता था, अब स्ट्रीट वेंडर्स के पास भी स्वनिधि क्रेडिट कार्ड है. പ്രിയപ്പെട്ടവരെ, ഈ തെരുവ് കച്ചവടക്കാരായിട്ടുള്ള സാധാരണക്കാരെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരു ചുവട് കൂടി വെച്ചിരിക്കുകയാണ്. ഇവർക്ക് ഇന്നു മുതൽ ക്രെഡിറ്റ് കാർഡുകൾ നൽകുകയാണ്. അല്പം മുമ്പാണ് ഇതേ വേദിയിൽ പ്രധാനമന്ത്രി സ്വനിധി ക്രെഡിറ്റ് കാർഡ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഈ പദ്ധതിയുടെ കീഴിൽ കേരളത്തിലെ 10,000 കണക്കിനും തിരുവനന്തപുരത്തെ 600ഓളം തെരുവ് കച്ചവടക്കാർ ഈ പദ്ധതിയിൽ ഇപ്പോൾ അംഗങ്ങളായിട്ടുണ്ട്. നേരത്തെ നമ്മുടെ രാജ്യത്തെ പണക്കാരുടെ കൈകളിൽ മാത്രമുണ്ടായിരുന്ന ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തെരുവ് കച്ചവടക്കാരുടെ കൈകളിലും എത്തിക്കാൻ കേന്ദ്ര സർക്കാരിനായിട്ടുണ്ട്. അവർക്കിന്ന് പ്രധാനമന്ത്രി സ്വനിധി ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ട്. एनडीए सुहृदगणे, केंद्र सरकार कनेक्टिविटी, साइंस एंड इनोवेशन और हेल्थ केयर पर भी बहुत अधिक निवेश कर रही है. केरला में CSIR के इनोवेशन हब का लोकार्पण, मेडिकल कॉलेज में रेडियो सर्जरी सेंटर की शुरुआत, इनसे केरला को साइंस, इनोवेशन और हेल्थ केयर का हब बनाने में मदद होगी. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തെ നഗരങ്ങളെ തമ്മിൽ, സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കൽ, സയൻസ്, ഗവേഷണം, കണ്ടുപിടുത്തം, ആരോഗ്യരംഗം എന്നീ മേഖലകളിലും കേന്ദ്രം ഇന്ന് വലിയ തോതിൽ നിക്ഷേപം നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇപ്പോൾ കേരളത്തിൽ CSIRലെ ഇന്നൊവേഷൻ ഹബ്ബ് രാഷ്ട്രത്തിന് സമർപ്പിച്ചു. നമ്മുടെ ശ്രീചിത്ര മെഡിക്കൽ കോളേജിൽ റേഡിയോ സർജറി സെന്ററിന് ഇന്ന് തുടക്കമായിട്ടുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ശാസ്ത്രം, ഗവേഷണം, കണ്ടുപിടുത്തം, ആരോഗ്യം എന്നീ മേഖലകളുടെ ഒക്കെ ആസ്ഥാന കേന്ദ്രമായി മാറാൻ കേരളത്തിന് സഹായകരമാകും. एनडीए सुहृदगणे, आज देश के दूसरे हिस्सों से केरला की रेल कनेक्टिविटी और सशक्त हुई है. थोड़ी देर पहले जिन अमृत भारत एक्सप्रेस ट्रेनों को हरी झंडी दिखाई गई है, इससे केरला में ईज ऑफ ट्रैवल को बल मिलेगा. इससे टूरिज्म सेक्टर को भी बहुत फायदा होगा. गुरुवायूर से त्रिशूर के बीच नई पैसेंजर ट्रेन तीर्थयात्रियों के लिए सफर को और आसान बनाएगी. इन सारे प्रोजेक्ट से केरला के विकास को भी गति मिलेगी. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തെ മറ്റു ഭാഗങ്ങളിലെ അപേക്ഷിച്ച് കേരളത്തിലെ റെയിൽ ഗതാഗതം ഇന്നു മുതൽ കൂടുതൽ ദൃഢമാവുകയാണ്. അല്പം മുൻപ് ഞാൻ പച്ചക്കൊടി കാണിച്ച അമൃത ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ കൂടി ഓടിത്തുടങ്ങുന്നതോടെ കേരളത്തിലെ യാത്രാ സൗകര്യവും ഇനിയും കൂടുതൽ മെച്ചപ്പെടും. വിനോദസഞ്ചാരികൾക്കും ഇതിന്റെ പ്രയോജനം കിട്ടും. ഗുരുവായൂർ തൃശൂർ റൂട്ടിൽ ഓടുന്ന പുതിയ പാസഞ്ചർ ട്രെയിൻ തീർത്ഥാടനം കൂടുതൽ സുഗമമാക്കും. ഈ പദ്ധതികളുടെ എല്ലാം കേരളത്തിന്റെ വികസനത്തിന് കൂടുതൽ വേഗം കൈവരും. साथियों, विकसित केरला से ही विकसित भारत का सपना पूरा होगा. इसमें केंद्र सरकार पूरी शक्ति से केरला के लोगों के साथ खड़ी है. आप सभी को फिर से एक बार बहुत बहुत शुभकामनाएं देता हूं. अभी इसके बाद बगल में ही
केरला के हजारों लोग, उत्साही लोग, आत्मविश्वास से भरे लोग मेरे भाषण का इंतजार कर रहे हैं और वहां भी मुझे बहुत खुल करके बोलने का मौका मिलेगा, जमकर के बातें करने का मौका मिलेगा और मीडिया को भी इसमें ज्यादा इंटरेस्ट नहीं होगा, उसमें ही ज्यादा होगा। तो मैं आज इस कार्यक्रम में यहीं पर अपनी बात पूरी करूंगा और फिर मैं 5 मिनट के बाद बगल में कार्यक्रम में जाकर के वहां बहुत सी बातें जो केरला के भविष्य से जुड़ी हुई हैं मैं जरूर वहां बताऊंगा। പ്രിയപ്പെട്ടവരെ, വികസിത കേരളത്തിൽ കൂടി മാത്രമേ വികസിത ഭാരതം എന്ന സ്വപ്നം പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനായി കേന്ദ്രം കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം പൂർണ്ണമായി ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ ആശംസകൾ നേരുകയാണ്. ഇതിനുശേഷം ഇതിന്റെ തൊട്ടടുത്ത് 5 മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് ഊർജ്ജസ്വലരായ എന്നിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. അവിടെ ഞാൻ വിശദമായി കേരളത്തിന്റെ ഭാവിയെ പറ്റിയൊക്കെ സംസാരിക്കേണ്ടതുണ്ട്. ഇവിടെയുള്ള മാധ്യമങ്ങൾക്കും ഒരുപക്ഷെ അതിലായിരിക്കും കൂടുതൽ താല്പര്യമുണ്ടാവുക. ഇത്തരം ഈ പരിപാടിയിൽ വലിയ താല്പര്യം ഉണ്ടാകില്ല എന്ന് എനിക്കറിയാം. എന്തായാലും അടുത്ത പരിപാടിയിൽ എനിക്ക് സംസാരിക്കാൻ പോകേണ്ടതുണ്ട്. बहुत बहुत धन्यवाद। We take this opportunity once again to express our sincere gratitude to the Honorable Prime Minister of India for blessing us with his presence and for his continued support to us. Thank you very much, sir.